വേടൻ എന്ന ഹിരൺദാസ് മുരളി എന്തായാലും അദ്ദേഹത്തിന്റെ ഗാനത്തിന് മികച്ച ചലച്ചിത്ര ഗാന രചയിതാവ് എന്ന നിലയിൽ വേടന് അവാർഡ് നൽകിയിരിക്കുകയാണ് കേരള സർക്കാർ. കേരള സർക്കാർ ഇത് നൽകിയിരിക്കുന്നത് എന്തിനാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ എന്നുള്ളതാണ്. ഇപ്പോൾ വേടനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും. ഈ വേടനെ ഇത്രയേറെ ചർച്ചാ വിഷയമാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ ഒരു ചോദ്യം കൂടിയാണ്. കാരണം അടുത്തിടെയാണ് വേടന്റെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന് പറയുന്ന ഗാനത്തിൻ്റെയും മൈക്കൽ ജാക്സന്റെ ദ ഡോണ്ട് കെയർ എബൌട്ട് അസ് എന്ന ഗാനത്തിൻ്റെയും താരതമ്യ സംഗീത പഠനം കാലിക്കറ്റ് സർവകലാശാലയിൽ മലയാളം ഐച്ഛിക വിഷയമായെടുത്ത് പഠിക്കാനുള്ള നീക്കം നടന്നത്. അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്രയൊക്കെ നമ്മൾ പറയില്ലേ, നമ്മൾ കുമാരനാശാൻ പോലുള്ള മഹത് വ്യക്തികളുടെ കാവ്യങ്ങളൊക്കെയാണ് ഇത്തരത്തിൽ താരതമ്യ പഠനത്തിനായിട്ടൊക്കെ എടുക്കുന്നത്. അപ്പൊ ആ ഒരു നിലയിലേക്കൊക്കെ ഉയർത്തുകയാണ്. അതായത് കുമാരനാശാനെ പോലെയുള്ള മഹാകവികളൊക്കെ എവിടെ കിടക്കുന്നു, ഈ വേടൻ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെയൊക്കെ ഒരു നിലയിലേക്ക് വേടനെ ഉയർത്തിക്കൊണ്ടുവരേണ്ട അത്രയ്ക്കും അധപ്പതിച്ചു പോയോ കേരളം? വേടനെ നമ്മൾ പറഞ്ഞിട്ടൊരു കാര്യമില്ല. വേടൻ ഈസ് ഇന്നസെൻറ്റ്. പുള്ളി ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറായിട്ട് വന്നു. ഒരു കേസിൽ അദ്ദേഹത്തെ വെറുതെ വിടുകയും അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങളെ തുടർന്ന്, അതായത് പരസ്പര സമ്മതപ്രകാരമുള്ള ബന്ധത്തിൽ ഏർപ്പെട്ടതിനെ തുടർന്നുള്ള ആരോപണത്തെ തുടർന്ന് അദ്ദേഹം കലാരംഗത്ത് നിന്നും കലാവേദിയിൽ നിന്നും നിഷ്ക്രമിച്ച് ഏതാണ്ട് ഒരു വനവാസത്തിൽ തന്നെ തുടരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഒരു എനിക്കറിയില്ല ഒരു ഇക്കാര്യത്തിൽ ഈ നമ്മളിപ്പോൾ സംസാരിക്കുന്ന വിഷയത്തിൽ ഒരു നിരപരാധി അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് അവാർഡ് വേണമെന്നും പറഞ്ഞ് കയ്യും പിടിച്ചു വന്ന് നിന്നിട്ടൊന്നുമില്ല. അത് പ്രകാശ് രാജ് എന്ന് പറയുന്ന ഒരാൾ ചെയ്തതാണ്. പ്രകാശ് രാജിൻ്റെ വർത്തമാനം കേട്ടാൽ അയാൾ ഈ ലോകത്തിൻ്റെ മുഴുവൻ മഹാരാജാവാണെന്ന് തോന്നും. ശരിയാണ്, ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചതാണെന്ന് തോന്നുന്നു, കുറച്ച് വിവരവും ഇംഗ്ലീഷും ഒക്കെ ഉള്ള ആളുമാണ്. പക്ഷേ ആ പറയുന്നതിനൊരു മര്യാദ വേണ്ടേ? അവിടെ ജൂറിയുടെ ഒരു പ്രഖ്യാപനം അദ്ദേഹം നടത്തിയത് മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് അർഹിക്കുന്നതാണ്, അത് കൊടുത്തില്ലെങ്കിൽ അവരാണ് അപമാനിതർ. ഹൂ ഈസ് ഹി ടു സേ സോ? അതിനവിടെ പ്രത്യേക വേറെ ജൂറിയുണ്ട്. ഇയാൾ മാത്രമല്ലല്ലോ സിനിമാ നടനായിട്ട് അവാർഡ് വാങ്ങിയ ആളുമായിട്ടുള്ളത്. അയാളുടെ ധാർഷ്ട്യം ദേശീയ അവാർഡ് അവർ തീരുമാനിച്ചോളും. മമ്മൂട്ടിക്ക് കൊടുത്തിട്ടുമുണ്ട്, മോഹൻലാലിന് കൊടുത്തിട്ടുണ്ട്, സുരേഷ് ഗോപിക്ക് കൊടുത്തിട്ടുണ്ട്. ആർക്കൊക്കെ കൊടുക്കണമെന്നുള്ള തീരുമാനം അവർക്ക് വിടുക. നിങ്ങൾ ജൂറിയായിട്ട് കിട്ടിയല്ലോ, നിങ്ങളുടെ പാർട്ടി ബന്ധം കൊണ്ട്, അതുകൊണ്ട് കിട്ടിയ ജൂറിയിലെ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ. അതിനപ്പുറം ഒന്നും കടന്നു പോകാൻ നിങ്ങൾക്കാരും അധികാരം തന്നിട്ടില്ല. അത് ജൂറിയിൽ നിന്ന് മാറിയിരുന്നു കൊണ്ടും ഈ പത്രക്കാരെ അഭിസംബോധന ചെയ്യുന്ന ക്യാമറകൾക്ക് മാറിയിരുന്നു കൊണ്ട് നിങ്ങൾക്ക് അഭിപ്രായം പറയാം. അല്ല, ജൂറിയിലിരുന്നു കൊണ്ട് ഇങ്ങനെ സംസാരിക്കരുത്. ആ ജൂറിയുടെ മറ്റൊരു ജൂറിയുടെ സ്വാതന്ത്ര്യത്തെ നിങ്ങൾ ചോദ്യം ചെയ്യരുത്. ഫെഡറലിസത്തെ ചോദ്യം ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ മറ്റൊരു ജൂറിയുടെ അവകാശത്തെ നിങ്ങൾ ചോദ്യം ചെയ്യുകയാണ്. അത് ഒരു മര്യാദകേടാണ്. അതാണ് നിങ്ങൾ ആദ്യം ചെയ്തത്. നിങ്ങൾ ലോകത്തിൻ്റെ രാജാവുമല്ല, ഇന്ത്യൻ സിനിമയുടെ രാജാവുമല്ല. അതുകൊണ്ട് അങ്ങനൊന്നുമുള്ള അഹങ്കാരങ്ങളൊന്നും വേണ്ട, അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം, ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു പൊതുനയം തമിഴ്നാട്ടിലെ ഉദയനിധി സ്റ്റാലിൻ്റെ കാര്യം പറഞ്ഞ പോലെ സനാതനധർമ്മത്തെയും ഹിന്ദു പ്രത്യക്ഷങ്ങളെയും എത്രമാത്രം നശിപ്പിക്കാമോ അത്രമാത്രം അവഹേളിക്കാമോ അതിനെ ഇല്ലാതാക്കുക. അവഹേളിക്കലല്ലത്, ആ സനാതനധർമ്മത്തെ അങ്ങ് ഇല്ലാതാക്കി കളയാം എന്നുള്ള ഒരു വിചാരത്തിലാണ് ഇവരുടെ ചിന്താധാരകളും പ്രവൃത്തികളും ചെയ്യുന്നത് എല്ലാം പോയിരിക്കുന്നു. ഈ അവാർഡിലും അത് വ്യക്തമാണ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അതിപ്പോൾ ബാലതാരങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിൻ്റെ സംവിധായകരും പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൽ അഭിനയിച്ചവരെല്ലാം ഒരു പ്രത്യേക മതത്തിലായതുകൊണ്ട് മാത്രമാണ് ഇയാൾ അവാർഡ് കൊടുക്കാതിരുന്നത്. വേറൊരു കാര്യമില്ല, അതിന് നിലവാരമില്ല എന്നൊക്കെ പറയുക. ഉള്ളതിൽ ഏറ്റവും നല്ലതിനല്ലേ അവാർഡ് കൊടുക്കേണ്ടത്? അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? ഇയാൾ നിലവാരത്തെക്കുറിച്ച് പറഞ്ഞു, ഇയാൾക്കും ദേശീയ അവാർഡ് കൊടുത്താൽ ഇയാൾക്കും കിട്ടിയിട്ടുള്ളതാണ്. ഇയാൾ നിലവാരത്തെക്കുറിച്ച് ഇയാളുടെ നിലവാരത്തെ സംശയിക്കുന്ന ബോധ്യങ്ങളുള്ള എത്ര പേരുണ്ടാവും? ഇയാളുടെ അഭിനയം നമുക്കൊരു സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ അതിന് അർഹിക്കുന്ന രീതിയിൽ പെരുമാറുക എന്നുള്ള മര്യാദയുണ്ടല്ലോ എന്ന് മാത്രമല്ല, ഉള്ളതിൽ നല്ലത് ഇയാളായതുകൊണ്ട് ഇയാൾക്ക് അവാർഡ് കൊടുത്തു. ഇതിനപ്പം നമ്മളിപ്പോൾ പിന്നെ വേറെ ആൾ ലോറൻസ് ഒളിവിയർ എന്നൊക്കെ പറയുന്നവരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇയാളൊന്നും അല്ലല്ലോ. അതുകൊണ്ട് അവാർഡ് വേണ്ടെന്ന് പറയുകയാണോ? അവാർഡ് നിഷേധിക്കുകയാണോ ചെയ്യുന്നത്? ബാലതാരങ്ങളെ അല്ലേ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടത്? ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം എന്ത് സംഭവിക്കും? ഇപ്പം തന്നെ കുട്ടികൾക്കുള്ള സിനിമകൾ ഉണ്ടാവാറില്ല, മെനക്കെടാറില്ല ആരും. ഇനി ഒന്നും ഉണ്ടാവുകയില്ല. അതുപോലെ നശിപ്പിച്ചിട്ടാണ് ഈ മനുഷ്യൻ ജൂറിയിൽ ഇരുന്ന് കൊണ്ടുപോയത്. അതവിടെ നിൽക്കട്ടെ. ഇനി വേടനെ പറ്റി, ഈ വേടൻ മലയാളം അറിയാത്ത ഒരാളല്ലേ ഇദ്ദേഹം, അതുകൊണ്ട് സംഭവിച്ച ഒരു പിഴവാകാം. വേടൻ്റെ കവിതകൾ വെറും ഉപരിപ്ലവമാണ്.
അതെ. നമ്മൾ വായിച്ചിട്ട് എന്തിപ്പം ഞാൻ ഉദാഹരണത്തിന് ഇപ്പം അദ്ദേഹത്തിൻ്റെ കവിത വായിക്കാം, നിങ്ങൾ തന്നെ വിലയിരുത്തുക. ഭൂമി ഞാൻ വാഴുന്നിടം, ഇതാണ് ഇപ്പോൾ സിലബസിലും ചേർത്തിട്ടുള്ള കവിത. അത് ഞാനൊന്ന് വായിക്കാം. നിങ്ങളുടെ കവിത വായിക്കുന്നവരാണല്ലോ, റഫീഖ് അഹമ്മദിൻ്റെ ഒക്കെ കവിതകൾ വായിക്കുന്നവരാണല്ലോ, ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഒക്കെ കവിത ഇപ്പോഴും വായിക്കുന്നവരാണ്, ON വി കുറുപ്പിൻ്റെ കവിതകൾ കേട്ടവരാണ്, വയലാറിൻ്റെ കവിതകൾ കേട്ട് വളർന്നവരാണ് നമ്മൾ. അതിനിടയ്ക്ക് ഇതിന് ചേർത്ത് വെക്കാൻ പറ്റിയ ഒരു പാട്ട്, ഇതിനേക്കാൾ എത്ര നല്ല കവിതകൾ നമ്മുടെ ഈ ആനുകാലികങ്ങളിൽ വരുന്നുണ്ട്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പൊന്ന് എടുത്താൽ എത്ര നിലവാരമുള്ള കവിതകൾ. ഇതാ നോക്കൂ, ഒരു കവിത വായിക്കാം. ഇതൊക്കെ ഈ ചാടിച്ചാടി നടത്താൻ വേണ്ടിയിട്ട് ട്വിസ്റ്റ് ചെയ്ത് ഈണം വരുത്താനേ പറ്റി. ഈണമില്ല, താളമില്ല, ഒന്നുമില്ല. ഇതിന് പാടി അങ്ങനെ ആക്കാവുന്നേ ഉള്ളൂ. നമ്മൾ സംഭാഷണം പോലും ഈണത്തിലുള്ളതാക്കി തീർക്കാം. മാതൃഭൂമിയിൽ എഴുതിയിരിക്കുന്ന ഒരു ഗദ്യം ഞാനിപ്പോൾ പാട്ട്. വിമാനയാത്രക്കാർക്ക് ആശ്വാസമാകുന്ന നിയമനിർമ്മാണത്തിനൊരുങ്ങി ഡയറക്ടർ ജനറൽ ഓഫ് ഏവിയേഷൻ എഴുതി പത്രപ്രവർത്തകൻ എഴുതിയിരിക്കുന്ന ഗദ്യം, അതിനെ നമ്മൾ കവിതയാക്കിയില്ലേ എന്ന് പറയുന്ന പോലെയുള്ളൂ. ഇതിനകത്ത് ചന്തോമുക്തമാണ്, വൃത്തമുക്തമാണ്, താള. ഇപ്പോഴത്തെ സാർ അത് ഞാൻ പറയാം, ഇപ്പോഴത്തെ കവിതകൾക്ക് പഴയ രീതിയിലുള്ള കവിതകളല്ല ഇപ്പോൾ വരുന്നത്. എന്നിരുന്നാൽ പോലും ഈ വേടന്റെ കവിതകൾ കേട്ടിട്ടുള്ളതുണ്ട്. വായിച്ചു എന്നൊന്നും ഞാൻ പറയില്ല, ഞാൻ വായിച്ചിട്ടേ ഇല്ല. പക്ഷെ അദ്ദേഹം ഈ പറയുന്ന വേടന്റെ റാപ്സ് മ്യൂസിക് കേട്ടതിൽ നിന്ന് മനസ്സിലായിട്ടുള്ള ആദ്യത്തെ 1-2 വരികളൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല. പിന്നീട് അങ്ങോട്ട് ഈ പറയുന്ന മദ്യസേവയൊക്കെ വല്ലാണ്ട് ഗ്ലോറിഫൈ ചെയ്യുന്ന, തെറിയും പറയും, അരക്ഷിതാവസ്ഥകളുണ്ടല്ലോ, അരക്ഷിതാവസ്ഥകളെ ഗ്ലോറിഫൈ ചെയ്യുന്ന, അതായത് എന്തുമാകാം, എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ് ശരിയായ സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് യുവാക്കളിലേക്ക് കൊടുക്കുന്ന ഒരു രീതിയുണ്ടല്ലോ. അതായത് നമ്മുടെ സമൂഹത്തിനുള്ള ഒരു ചിട്ടപ്പാട്. ഇപ്പൊ എൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ സദാചാരവാദികൾ എന്ന് പറയും. എന്നിരുന്നാൽ പോലും പറയുകയാണ്, നമ്മൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത പല കാര്യങ്ങൾ. ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്തിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, അങ്ങനെ ഒരു വാക്ക്. ശരിയാണ്, ആ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന് പറയുന്നതിൽ അതിലൊരു അർത്ഥമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എല്ലാം വിയർപ്പ് തുന്നിയിട്ട കുപ്പായമല്ല. ആ കവിതയിൽ ഉള്ള വാക്കുകളിൽ, ചേർത്ത് വെച്ചിട്ടുള്ള വാക്കുകളിൽ ഒത്തുപോകുന്ന ഒരു കാവ്യാത്മകമായ ഒരു കാര്യമാണ്. ബാക്കിയെല്ലാം അദ്ദേഹത്തിന്റെ കവിതകൾ വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ പലതും നമ്മൾ പറയില്ല, ഇവരുടെ റാപ്പ് മ്യൂസിക്കിന് ചേരുന്ന രീതിയിൽ ചൊല്ലിപ്പോകാവുന്ന തരത്തിലുള്ള ആക്കുന്നതാണ്. ഇപ്പൊ നമ്മുടെ സിലബസിൽ കുട്ടികൾക്ക് പഠിക്കാൻ കൊടുത്തിരിക്കുന്ന ഒന്ന് ഞാൻ പറയാം. സിറിയനിന്മാറിലെ മുറിവിൽ ചോരയൊലിപ്പതിൽ ഈച്ചയരിപ്പൂ എന്ന്. സിറിയയുടെ കാര്യം. സിറിയയിൽ ആരാ കലാപം ഉണ്ടാക്കിയത്? സിറിയക്കാർ തന്നെ. അവരാരാ, ഏത് സമുദായത്തിൽപ്പെട്ട? അത് ഷിയ മുസ്ലിങ്ങളും സുന്നി മുസ്ലിങ്ങളും. ഈച്ചയരിപ്പാൻ മൂന്നാമതൊരാളില്ല. ഒരു ഗോത്ര കലാപം പോലെ ആ ഒരു സമുദായത്തിൽപ്പെട്ട ആൾക്കാർ തമ്മിൽ നടന്ന കലാപം അവിടെ. പിന്നെ അടുത്തത്, കൊറിയനിൻ മീതേ കഴുകന്മാർ പറപ്പുകാവലിരിപ്പ്. എന്തോ തെറ്റിപ്പോയതാണെന്ന് തോന്നുന്നത്. ഇതിനകത്ത് വന്നിരിക്കും കൊറിയനിൻ മീതെ കഴുകന്മാർ പറപ്പുകാവൽ. എനിക്ക് ഈ പറപ്പെന്നുള്ള വാക്കിൻ്റെ അർത്ഥം അറിയാത്തതുകൊണ്ടാണോ എന്നും അറിയാതെ, എൻ്റെ അജ്ഞത കൊണ്ടായിരിക്കാം. മതമിരുളിൽ ഭാരതാംബയോ വെട്ടം തേടി അലഞ്ഞു നടപ്പൂ. വെട്ടം തേടി അലഞ്ഞു നടപ്പുവാണെന്ന് ഭാരതമാത. ഈ വെട്ടമൊന്നും പുള്ളി കാണുന്നില്ലേ? ഈ വെട്ടമൊന്നും കാണുന്നില്ലേ? ലോകത്തിലെ നമ്പർ 3 ആയിട്ടുള്ള സാമ്പത്തിക ശക്തി. അതുപോലെ തന്നെ എയർഫോഴ്സിൻ്റെ കാര്യത്തിൽ ചൈനയെയും പിന്തള്ളി 3-ാം സ്ഥാനത്തേക്ക് എത്തിയ രാജ്യം. ഇതൊന്നും വെട്ടമല്ലെങ്കിൽ പിന്നെ എന്ത് വട്ടാണ് ഈ എഴുതി വെച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. പിന്നെ മെക്സിക്കൻ കനവുകൾ 1000 ഒരു മതിലാലേ ആരു തൊടുപ്പൂ. മെക്സിക്കയുടെ അവിടെ മതിൽ കെട്ടാൻ ട്രംപ് പോകുന്നതിനാണ് ഈ പ്രശ്നം. ഈ ട്രംപ് അവിടേക്ക് ഇപ്പോഴും മതിൽ ചാടിപ്പോകുന്നവർക്ക് മാത്രമാണ് ഈ തടസ്സമുള്ളത്. ശരിയായ പാസ്പോർട്ടും വിസയും ഉണ്ടെങ്കിൽ ഇപ്പോഴും മെക്സിക്കോക്കാർക്ക് അവിടെ ചെല്ലാം, ഒരു പ്രശ്നവുമില്ല. പിന്നെ ഇലങ്കയിൽ പുലികളിനിയും ദാഹം മാറാതോടി നടപ്പൂ. ഇലങ്കയിൽ എന്ന് പറഞ്ഞാൽ ശ്രീലങ്കയിൽ പുലികൾ ദാഹം മാറാൻ. എന്തിനുള്ള ദാഹം? രക്തത്തിനോടുള്ള ദാഹം. അപ്പോൾ ഇയാൾ LTTE കാരനാണെന്ന് പറയുന്നു. അപ്പോൾ രക്തം ദാഹിച്ച് നടക്കുന്ന ക്രൂരന്മാരാണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയതല്ലേ അവർ? ഈഴം എന്ന് പറയുന്ന ഒരു സ്വയംഭരണ രാജ്യത്തിന് വേണ്ടി പോരാടിയവരല്ലേ അവർ? രക്തം ദാഹിച്ച് നടക്കുന്നവരാണെങ്കിൽ അവർ തീവ്രവാദികളല്ലേ? അപ്പോൾ തീവ്രവാദികളെന്ന് തന്നെ സമ്മതിക്കില്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ വേടൻ LTTE അനുകൂലിക്കുന്നതുകൊണ്ട് അദ്ദേഹം ഒരു തീവ്രവാദിയാണെന്ന് വരില്ലേ? അപ്പോൾ സ്വയം മലർന്നു കിടന്ന് തുപ്പുന്ന പോലെ ഉണ്ടാവരിക. ഇതൊക്കെയാണ് പഠിക്കാൻ കൊടുത്തിരിക്കുന്നത്. കോങ്കോ നിൻ ഖനികളിൽ 1000 കുരുന്നു ജീവൻ നൊന്തു മരിപ്പൂ.
ഖനികളിൽ അവിടെ ശരിയാണ്, ഖനികളുണ്ട്, ധാരാളം ധാതു നിക്ഷേപമുണ്ട്. അവിടെ ചൈനയിലുണ്ടായില്ലേ ഈയിടെ വലിയൊരു മൈൻ രാജ്യം. അപ്പോൾ അത് കാണുന്നില്ല. ജിയോ പൊളിറ്റിക്സ് ശരിയായിട്ട് കാണാതെ ഇംബാലൻസ്ഡ് ആയിട്ടുള്ളൊരു വ്യൂ ആണ്. ലോകത്തെല്ലായിടത്തും ഖനി തൊഴിലാളികളുടെ ജീവിതം റിസ്ക് ഉള്ളതാണ്, റിസ്ക്കാണ്. അതിന് തക്ക ശമ്പളം അവർക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഓയിൽ മൈനിങ് ഭയങ്കര ശമ്പളമാണ്. നമ്മൾ 15 ദിവസം ജോലി ചെയ്താൽ മതി, കോടീശ്വരനാവാം, ഗൾഫിലെങ്ങും പോകേണ്ട ആവശ്യമില്ല. പക്ഷേ റിസ്ക് ഉള്ളതാണ്. ആ റിസ്ക് എടുത്തുകൊണ്ട് പോകാൻ തയ്യാറുള്ളവർ ജോലിക്ക് പോയാൽ മതി എന്നുള്ളതാണ്. അതിന് കോങ്കോയിൽ മാത്രമാണ് ഇതുള്ളത്, ധാതു നിക്ഷേപമുള്ളത്. എല്ലായിടത്തും ഇത് സംഭവമാണ്. ഇനി സൊമാലിയൻ ബാല്യങ്ങൾ കൂടി തേടി പലകാതം താണ്ടി മ്യാൻമാറിൽ ബുദ്ധൻ ആയുധമേന്തി ചുടുചോരമോന്തിയത്. ബുദ്ധൻ ചുടുചോരമോന്തിയത്. ഈ ബുദ്ധൻ എന്ന് പറയുന്ന ആളെ ഇങ്ങനെ അപമാനിക്കാമോ? സംസ്കൃതത്തിന് പകരം പ്രാകൃതം ഭാഷയിലേക്ക് കൊണ്ടുവന്ന് സാധാരണക്കാരന് മനസ്സിലാവുന്ന ഭാഷ ഭാരതത്തെ പഠിപ്പിച്ച, കരുണ ശാന്തിയുടെ ദൂത് ലോകം മുഴുവൻ എത്തിച്ച, ഒരു മൃഗത്തെ പോലും ഹിംസിക്കരുതെന്ന് പഠിപ്പിച്ച, ദേവദത്തൻ എന്ന് പറയുന്ന തൻ്റെ മച്ചുണനെ പോലും പഠിപ്പിച്ച, ദേവദത്തൻ അമ്പെയ്ത പക്ഷിയെ രക്ഷിച്ച ശ്രീബുദ്ധൻ, മുടന്തി നടന്ന ആടിനെ സ്വയം കയ്യിലെടുത്തുകൊണ്ട് നടന്ന ശ്രീബുദ്ധൻ, സിദ്ധാർത്ഥ രാജകുമാരൻ കൊട്ടാരത്തിലെ എല്ലാ ആർഭാടങ്ങളും ആഡംബരങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് ലോകത്ത് ചുറ്റുമുള്ള ആൾക്കാരുടെ ദുഃഖം എങ്ങനെ പരിഹരിക്കാമെന്ന് ആലോചിച്ച് ബോധ്ഗയയിലെ ആലിൻ ചുവട്ടിലിരുന്ന ബുദ്ധനെയാണ് ചോരമോന്തുന്നു എന്ന് പറയുന്നത്. നാണമില്ലേ ഇങ്ങനെയൊക്കെ എഴുതിവിടാൻ? ബുദ്ധൻ്റെ പേരിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ബുദ്ധനെയാണോ പറയേണ്ടത്? ഇത് ഇമാതിരി വൃത്തികെട്ട വരികൾ. ആമസോൺ വീര നിന്നുടെ മാറു തുളഞ്ഞതിൽ കാട് കരഞ്ഞു. ആമസോൺ വനം കരുന്നത് നല്ല കാര്യം തന്നെ. ആമസോൺ വനം കരിയുന്നതിനെ പറ്റി വീര നിന്നുടെ മാറു തുളഞ്ഞതിൽ കാട് കരഞ്ഞു, അത് ശരിയാണ്, അത് വളരെ വാസ്തവമായിട്ട് അതിൽ മാത്രമേ ഒരു യാഥാർത്ഥ്യം ഞാൻ കാണുന്നുള്ളൂ. ബാക്കിയല്ല. അങ്ങനെയാണെങ്കിൽ സുഡാനിൽ 30 ലക്ഷം കുട്ടികളാണ് പോഷകാഹാരക്കുറവ് കൊണ്ട് മരിച്ചത്. അവിടെ ആരാ പോരടിക്കുന്നത്? സുഡാൻ, തെക്കൻ സുഡാൻ, വടക്കൻ സുഡാൻ. അവർ പോരടിക്കുന്നത് മുസ്ലിങ്ങൾ തമ്മിലാണ് അവിടെ പോരടിക്കുന്നത്. ആ സുഡാൻ്റെ കാര്യമാണ് ഏറ്റവും കഷ്ടം. ഗസയേക്കാളും കഷ്ടം. എത്ര പേരാണ് അവിടെ മരിക്കുന്നത്? അറബ് വംശജരല്ലാത്ത എല്ലാവരെയും കൊന്നുകൊണ്ടിരിക്കുകയാണ്. RSS അല്ല, അങ്ങനൊരു സംഘടനയുണ്ട്, RSF. എഫ് ഫോർ ഫിയറ്റ്, എഫ് ഫോർ ഫാറ്റ്, SS അല്ല. അത് അവിടെ ഒന്നുമില്ല, അവർക്ക് അറിയുക പോലും ഇല്ല അങ്ങനൊരു സംഘടന ഉണ്ടെന്ന്. കൊന്നുകൊണ്ടിരിക്കുകയാണ്. അറബ് വംശജരെ അല്ലാത്ത എല്ലാവരെയും കൊന്നു മുടിച്ചുകൊണ്ടിരിക്കുകയാണ്. തെക്കൻ സുഡാനും വടക്കൻ സുഡാനും രൂക്ഷമായി ഇത്ര പേരാ മരിക്കുന്നത്. പലായനം ചെയ്യുകയാണ് അറബ് വംശജരല്ലാത്ത യഥാർത്ഥ ആഫ്രിക്കക്കാർ. ഇതിനെക്കുറിച്ച് വല്ലതും വല്ല ധാരണയുണ്ടോ? ചുമ്മാ എവിടെങ്കിലും എന്തെങ്കിലും. ഇവർക്കൊക്കെ പെട്ടെന്ന് ഈ പറയുന്ന വീരന്മാരാണെങ്കിൽ ഒരു കാര്യം കൂടെ പറയാം. അതെ, ഇപ്പോൾ ഇത് കൊടുത്തതിന് പകരം നമ്മുടെ നാടൻ പാട്ടുകളുണ്ട്, നല്ല ഒന്നാം തരം നാടൻ പാട്ടുകൾ. അതുപോലെ ഗോത്രവർഗ്ഗക്കാരുടെ പാട്ടുകളൊക്കെ ഈ സിലബസിൽ കൊടുത്തിരുന്നെങ്കിൽ ജനങ്ങൾ അതിനോടുള്ള ആകർഷണം കൂടിയത്. ഉദാഹരണത്തിന് പ്രജത്തേക്ക് നന്നായിട്ട് പാടാൻ അറിയാമായിരിക്കും, എങ്കിലും ഞാൻ ഒരു പാട്ട് എന്നെ വളരെ ആകർഷിച്ചത്, ഞാൻ പാട്ടുകാരനൊന്നുമല്ല, അത് ആദ്യം പറഞ്ഞേക്കാം. ഒരു നാടൻ പാട്ട്. നിന്നെ കണ്ടാൽ എന്നെക്കാളും ചന്തം തോന്നും കൺമണിയെ, എന്നിട്ടെന്തേ നിന്നെ കാണാൻ ആരും വന്നില്ലെന്നു വരെ. എത്ര അർത്ഥവത്തായ വരികളാണെന്നറിയാം. ആൾ സുന്ദരിയൊക്കെയാണ്, പക്ഷെ ഒരാളും കാണാൻ വന്നില്ല. എന്താ കാര്യം? നമുക്ക് അതിൽ പറയുന്നില്ല, വ്യംഗ്യമായിട്ട് ഒളിപ്പിച്ചു വെച്ചതാണ് കവിത. അവൾക്ക് പണമില്ല, സ്ത്രീധനം കൊടുക്കാൻ പാടില്ല. എത്ര നല്ല മനോഹരമായ വരികൾ. അതുപോലെ തന്നെ ചന്ദനപ്പൊട്ടിൻ്റെ പെണ്ണെ ചന്തം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദനപ്പൂമയിലേ. എത്ര നന്നായിട്ട് പാടാൻ പറ്റുന്ന പാട്ടുകളാണ്. ഇതുപോലുള്ള പാട്ടുകളിട്ട് നമ്മുടെ നാടൻ ഇത് എഴുതിയതാരാണെന്ന് പോലും നമുക്കറിയില്ല. അജ്ഞാതരായ ആളുകളാൽ രചിക്കപ്പെട്ടത്. അങ്ങനെയുള്ള പാട്ടുകളൊക്കെ സിലബസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ സംസ്കാരത്തെങ്കിൽ നമ്മൾ രക്ഷിച്ചിരുന്നെങ്കിൽ എത്ര നല്ലതാണ്. നൈജീരിയയെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ട് വല്ല കാര്യവും ഉണ്ടാവും? നമ്മുടെ ഇവിടുത്തെ പ്രശ്നങ്ങളല്ല പരിഹരിക്കുന്നത്. ഇവരെക്കുറിച്ച് പാടിയ പാട്ടുകൾ ഇവർ തന്നെ എഴുതിയ പാട്ടുകളായിരിക്കണം. അതായത് ഈ ദളിത വർഗത്തിൽപ്പെട്ട ആളുകൾ രചിച്ച പാട്ടുകളായിരിക്കണം. ആ പാട്ടുകൾ നാടൻ വായ്മൊഴി വഴക്കങ്ങൾ എന്നാണ് അതിന് പറയുന്നത്. എഴുതപ്പെട്ടിട്ട് പോലുമില്ല. ആ പാട്ടുകളല്ലേ പഠിപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ഇദ്ദേഹത്തെക്കുറിച്ച് പാട്ടുകളെ പറ്റി പറയുന്നത് വായ്ത്താരികളെന്ന്, കേവലം വായ്ത്താരികളായിട്ടുള്ള പാട്ടുകളാണ് എഴുതി വെച്ചത്. കവിതയല്ല, ഗാനവുമല്ല, വായ്ത്താരികൾ എഴുതി വെച്ചിരിക്കുന്നത്. അതൊക്കെ കുട്ടികളുടെ അണ്ണാക്കിലേക്ക് കുത്തിവയ്ക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ അവരിതിലും മോശം കവികളായിട്ട് മാറുക. നല്ല ഉദാത്തം റഫീഖ് അഹമ്മദിൻ്റെ വരട്ടെ, ആലങ്കോട് ലീലാകൃഷ്ണൻ്റെ വരട്ടെ, എത്ര നല്ല കവിതകൾ ഇതിനേക്കാളും ഭേദപ്പെട്ട അവർ എഴുതിയിട്ടുണ്ട്.
അത് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ. ഇപ്പം അദ്ദേഹം ഗദ്യ കവിത എഴുതുന്നത്, അതൊക്കെ പഠിച്ചാൽ കുട്ടികൾക്ക് കവിത എന്താണെന്ന് മനസ്സിലാവും. പക്ഷേ അധ്യാപകർക്ക് ഈ കവിത പറഞ്ഞു കൊടുക്കാനുള്ള കഴിവും ഉണ്ടായിരിക്കണം. അല്ല, റാപ്പല്ല സാഹിത്യം, റാപ്പല്ല കവിത എന്നുള്ളത് അല്ലേ. അത് അങ്ങനെയുള്ള ആളെഴുതുന്ന ചലച്ചിത്രഗാനം പുരസ്കരിക്കുക എന്ന പ്രകാശ് രാജ് സ്വയം അപമാനിതൻ ആയിരിക്കുകയാണ്. ഇന്ന് മാത്രമല്ല, മമ്മൂട്ടിയും ഇവിടെ അപമാനിതനായിരിക്കുന്നു. എങ്ങനെ? വേടന് കിട്ടിയതുപോലെ ഒരു അവാർഡാണ് തനിക്കും കിട്ടിയിരിക്കുന്നത്. വാസ്തവത്തിൽ ഈ മമ്മൂട്ടി ഈ അവാർഡ് വേണ്ടെന്ന് വയ്ക്കേണ്ടതാണ്. വേടൻ്റെ ജാതി കൊണ്ടൊന്നുമല്ല, ഇത്ര ഹീനമായ സാഹിത്യം, കവിതയുടെ ചേരുവയില്ലാത്ത, ഒരു പൊടി പോലും കണ്ടുപിടിക്കാനില്ലാത്ത കവിതകൾ എഴുതുന്ന, വെറും നൃത്തത്തിന് വേണ്ടി, ആഭാസ നൃത്തത്തിന് വേണ്ടി എഴുതി കൂട്ടുന്ന, പറഞ്ഞു കൂട്ടുന്ന അതിൻ്റെ ഒരു ചമൽക്കാരം മാത്രമാണ് വേടൻ്റെ പാഠപുസ്തകത്തിലെ ഈ കവിത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.